ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിന്നൊരു ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ട്യൂട്ടോറിയലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നോ രണ്ടോ സ്റ്റിച്ചസ് മാത്രമേ അല്ല, ഒരു 3 സ്റ്റിച്ചസ് മാത്രമേ ഞാനതിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി വേണമെന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ബാക്കി സ്റ്റിച്ചസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാനൊരു ഫ്രീ ഹാൻഡായിട്ടാണ് ഈ ഒരു പാറ്റേൺ വരയ്ക്കുന്നത്. ഞാനിവിടെ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പം ബിഗിന്നേഴ്സ് ആയിട്ടുള്ളവരും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരും ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ കാർബൺ പേപ്പേഴ്സ് വാങ്ങിക്കാൻ കിട്ടും, യെല്ലോ വൈറ്റ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ച് പിക്ചർ ഒരു പേപ്പറിൽ വരച്ച് ട്രേസ് ചെയ്തിട്ട് വേണം ക്ലോത്തിൽ ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പെൻസിലിൻ്റെ ഇതൊന്നും പോകുന്നതല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് വരച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പോപ്ലിൻ ക്ലോത്താണ്. പോപ്ലിൻ ക്ലോത്തിൽ നോർമൽ എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആങ്കർ ത്രെഡൊന്നും അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ആങ്കർ ത്രെഡിനൊക്കെ നല്ല എമൗണ്ടാണ്. അതുകൊണ്ട് ഞാൻ നോർമലി രംഗോളി ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നീഡിൽ നമ്പേഴ്സൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാനിത് ഈ വീഡിയോയിലൊരു മെറൂണായിട്ടാണ് ത്രെഡ് കാണുന്നത്. ഞാൻ റെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രെയിം ഇങ്ങനെ അനങ്ങുന്നതെന്ന് വെച്ചാൽ ഞാൻ കയ്യിലാണ് വെച്ച് ചെയ്യുന്നത്. സ്റ്റാൻഡ് വെച്ചിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫ്രെയിം അനങ്ങുന്നത്. പിന്നെ കുഞ്ഞ് ഡിസൈൻ ആയതുകൊണ്ടാണ് ഞാൻ ഫ്രെയിം സ്റ്റാൻഡ് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇത് കയ്യിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. പക്ഷേ അബദ്ധമായി പോയോ എന്നൊരു സംശയം. കാര്യം അത് ഫ്രെയിം നന്നായിട്ടിരുന്ന് അനങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ കൂടുതലായിട്ട് ഇതിൻ്റെ ഈ ചെയ്യുന്ന സ്റ്റിച്ചിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞ് ചെയ്തു തരാം. ഇത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പം ഇതിൽ സ്റ്റെമ്മൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം എന്നുള്ളവർ കയറി കാണണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫൈനൽ ഇമേജ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.